ഹലോ എവറിബഡി, എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് കൺട്രി ഷിഫ്റ്റ് ചെയ്തു. ഞാനിപ്പോൾ ഇന്ത്യയിലല്ല, US-ലാണുള്ളത്. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് അഗെയിൻ ടു മുക്തിദ ആയുർവേദ. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. 20കളുടെ അവസാനം അല്ലെങ്കിൽ 30കളുടെ തുടക്കം പുരുഷന്മാർക്കും ഒരേപോലെ സ്ത്രീകൾക്കും പ്രധാനപ്പെട്ട ഒന്നാണല്ലേ? ഒരു ഐഡിയ ഇല്ല. കുറേ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇന്ന് ഞാൻ അതുകൊണ്ട് അത് തന്നെയാണ് ടോപ്പിക്കായിട്ട് എടുത്തത്. ഈ 30കളെ എന്തിനാണ് ഒരു പുരുഷനോ സ്ത്രീയോ ഭയക്കുന്നത്? കാര്യം പറഞ്ഞാൽ പ്രായം കൂടുന്നുണ്ടെങ്കിലും മനസ്സിന് നമ്മളൊക്കെ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഈ 30കളെ നമ്മൾ അനാവശ്യമായി ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. 20കളെക്കാട്ടിലും 30കൾ അടുക്കുമ്പോൾ നമ്മളുടെ മെറ്റബോളിസം ബോഡിയിൽ ചേഞ്ച് ആവും, ഹോർമോൺസ് ചേഞ്ച് ആവും. അതായത് ഹോർമോൺസിന് കൂടുതൽ ഇംബാലൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതുമാത്രമാണോ? ഒരു ജോലി, കുടുംബം, അങ്ങനെയൊക്കെ കുറേയധികം നമ്മൾ പറയാറുള്ള പ്രാരാബ്ധങ്ങൾ കൂടുകയാണല്ലേ. അതുകൊണ്ട് തന്നെ മെൻ്റൽ സ്ട്രെസ്സ്, പ്രഷർ, ഈ പറയുന്ന എല്ലാം ഒരുപോലെ കൂടും. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ കുറച്ച് ടിപ്സൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ 30കൾ നമ്മൾ ശരിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല ആരോഗ്യകരമായ കാലഘട്ടം 30കൾ തന്നെയായിരിക്കും കേട്ടോ. ഒരു 10 ടിപ്സ് ഞാനിന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ടിപ്പ് നമ്പർ 1, നമ്മളുടെ ശരീരത്തിലെ അഗ്നി അഥവാ ഡൈജസ്റ്റീവ് ഫയർ. ഇത് എന്താണെന്ന് അറിയാത്തവർ എൻ്റെ മുൻപുള്ള വീഡിയോകളൊന്ന് കാണണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദത്തിൽ പറയാറ് ഈ അഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയറിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മളുടെ അഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയറിനെ മോർ പവർഫുൾ അല്ലെങ്കിൽ സ്ട്രോങ് ആക്കി വെക്കുക. 30 വയസ്സോടടുക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ 2 ബിരിയാണി ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിരുന്ന ആളാ എന്നൊക്കെ തള്ളാറുണ്ട്. തള്ളല്ല കേട്ടോ, പണ്ടത് സത്യമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഒരു പകുതി ബിരിയാണി കഴിച്ചാൽ തന്നെ മടുക്കും. ഞാനൊക്കെ ഒരു കടയിൽ പോയാൽ പകുതി ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് വരാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. എന്താ അല്ലേ? അത് വെറുതെ ഒന്നുമല്ല, സത്യമായ കാര്യമാണ്. നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ മന്ദഗതിയിലേക്കാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ചൂടുവെള്ളം ശീലമാക്കുക. ഒരു ജീരക വെള്ളമോ അല്ലെങ്കിൽ ഉലുവയിട്ട വെള്ളമോ അങ്ങനെയുള്ള ഹെർബൽ വാട്ടേഴ്സ്, ടീ ഒക്കെ നിങ്ങൾക്ക് ശീലമാക്കാം കേട്ടോ. രാത്രിയിലൊക്കെ നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. എപ്പോഴും വാം ഫുഡ്സ് കഴിക്കുക. ഈവൻ ഇഫ് റോ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പോലും അത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെറുതെ ചൂടാക്കി ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, ഹോർമോൺസിനെ ബാലൻസ് ആക്കി വെക്കുക. ഞാൻ പറഞ്ഞു, മെറ്റബോളിസം അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ കൂടുതലായിട്ടും ഇംബാലൻസ് ആയി കാണാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? പുരുഷന്മാർക്ക് മുടി കൊഴിയുക അല്ലെങ്കിൽ ഭയങ്കര ഫറ്റീഗ് അല്ലെങ്കിൽ എനർജി ഇല്ല, ഒരു ലോ ഫീലാണ് നമുക്കെപ്പോഴും. നമ്മൾ പറയാറുണ്ട് നോർമലി അവർക്ക് പീരിയഡ്സ് ഒന്നും ആവുന്നില്ലല്ലോ, ഹോർമോൺസ് ഒക്കെ ഇംബാലൻസ് ആവുന്നത്, പെൺപിള്ളേരുടെ അത്രയൊന്നും പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലും ആണുങ്ങൾക്കും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ലോ എനർജി ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇവരുടെ ഒരു ജോലിയിലെ പ്രഷറാവാം, കുടുംബത്തിലെ നമ്മൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നത് കൊണ്ടാകാം. ഫീമെയിൽസിന് ഇത് കൂടാതെ മെൻസ്ട്രൽ പീരീഡ്, ഈ ഹോർമോൺസ് ചേഞ്ച് ആകാം. ഒരു ഏജിനനുസരിച്ച് ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് പൊടിക്കൈകൾ ആയുർവേദപരമായിട്ട്, അശ്വഗന്ധ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അശ്വഗന്ധ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് എസ്പെഷ്യലി ശതാവരി ഹോർമോൺ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ദിവസം ഒരു നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസിനെക്കാട്ടിലും അപ്പുറം ഫൈബറോടെ കുടിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുക കേട്ടോ. 3ാമത്തെ ടിപ്പാണ് ഉറക്കം അഥവാ സ്ലീപ്പ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
കാരണം എന്താണ്? നമുക്ക് പലപ്പോഴും ഉറങ്ങാൻ സമയം കിട്ടാറില്ല അല്ലേ? ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി സമയം കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് സിമ്പിളായിട്ട് ചോദിക്കാം. പക്ഷെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പം വീട്ടിലെ പരിപാടികൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടീസിന് പോകുന്നവരായിരിക്കാം അല്ലേ? എപ്പോഴും ലേറ്റ് നൈറ്റ് നമുക്കത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫോണിലൊന്ന് കുറച്ച് നേരം ഒന്ന് നോക്കിയിരിക്കാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിനെയാണ് എപ്പോഴും കോംപ്രമൈസ് ചെയ്യാറ് അല്ലേ? കാരണം ഉറക്കം നമ്മളുടെ വെരി പേഴ്സണൽ ഒരു കാര്യമാണ് അല്ലേ? അതിനകത്ത് വേറെ ഒരാളും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് അവസാനം ഉറക്കം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. 30കൾ അടുക്കുമ്പോഴേക്കും ഈ ഹോർമോൺ ഇംബാലൻസും നേരത്തെ പറഞ്ഞ ഡൈജസ്റ്റീവ് ഫയർ ബോഡിയുടെ എല്ലാ തരത്തിലുള്ള മെറ്റബോളിസം ചേഞ്ച് ആവും തോന്നും. പണ്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ച് ലേറ്റ് നൈറ്റ് ഇരുന്നിരുന്നവരായിരിക്കാം, ഈവൻ പഠിക്കുവാനും ഒക്കെ. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അങ്ങ് ഭയങ്കര ക്ഷീണമാണ്. നേരെ വന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അതായിരിക്കും ഏറ്റവും ഭേദം എന്ന് തോന്നാറുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നാറുള്ള കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോടും പറയാറ്. സോ അത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പ്രായം കൂടുന്തോറും ഉറക്കമൊന്നും വേണ്ട എന്നല്ല കേട്ടോ. കുഞ്ഞു പിള്ളേരെക്കാട്ടിലും ഉറക്കം വേണ്ട ഒരു പ്രായം നമുക്കും കൂടിയാണ് കേട്ടോ. സോ എന്ത് ചെയ്യണം? നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കാൽപാദം ഒരു വാം ഓയിൽ അല്ലെങ്കിൽ ഈവൻ ഒന്നുമില്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടെങ്കിലും മിഡിൽ ഓഫ് ദ ഫുട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തമ്പ് വെച്ചൊന്ന് മസാജ് ചെയ്യാം. അതിന് വേറൊരാളെ വിളിക്കണം എന്നില്ല കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് നമ്മൾ നോർമലി പറയാറുണ്ടല്ലേ, ചെറു ചൂടോടെ പാലൊക്കെ കുടിച്ചിട്ട് കിടക്കാം. അതുപോലെ ചെറിയ ചൂട് വെള്ളത്തിൽ ഒരു ലൂക്ക് വാം വാട്ടറിൽ ഒരു കുളി കഴിഞ്ഞിട്ട് നേരെ വന്ന് കിടക്കാം. ഇതൊന്നും പറ്റാത്തവർ ശിരോധാര പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാരണം എനിക്ക് റീസെൻ്റ്ലി വന്ന ഒരു പേഷ്യൻറ്റിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉറക്കമാണ്. ആ വ്യക്തിക്ക് വേറൊന്നും പ്രശ്നമല്ല. സത്യത്തിൽ എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അല്ലേ? അതുകൊണ്ട് IT ജോബായിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, മേ ബി പല 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 റീസൺസ് ഉണ്ടാവാം. പക്ഷെ ഉറക്കം കാരണം കിളി പോയ അവസ്ഥ വരുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്. നാലാമത്തെ ടിപ്പ്, സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ വർക്കൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ്. നമ്മളുടെ ബോഡിയിൽ 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും മസിൽ ലോസ്, ബോൺ ഡെൻസിറ്റി ലോസ്, ഇങ്ങനെ പല മാതിരി പ്രശ്നങ്ങൾ വരും. അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. ഈ ബോഡി ആക്റ്റീവായിട്ടിരിക്കുക എന്നത് മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാനും ഏറ്റവും നല്ലതാണെന്ന് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് നേരത്തെ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക കേട്ടോ. അപ്പം എപ്പോഴും ബോഡി ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ സാധിച്ചേക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വീക്ക്ലി ഒരു 2-3 ഡേയ്സ് എങ്കിലും യോഗയോ അല്ലെങ്കിൽ വർക്കൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഒരു ബോഡി ആക്ടിവിറ്റീസ്, ഈവൻ ഒരു ഈവനിങ് ഒരു 10 to 20 മിനിറ്റ്സ് ഒരു ജസ്റ്റ് ഒരു ബ്രിസ്ക് വാക്കിന് പോകുന്നത് തന്നെ നിങ്ങളുടെ ഒരു ബോഡി എന്താ പറയുക ആക്റ്റീവായിട്ടിരിക്കുവാനും ഈ മസിൽസിനും അല്ലെങ്കിൽ ബോൺസിനും എല്ലാത്തിനും ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു കാര്യമാണ്. ടിപ്പ് നമ്പർ 5, നേരത്തെ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് ഇല്ലേ, അതിനെക്കുറിച്ച് എത്ര പേര് ചിന്തിക്കാറുണ്ട്? നമ്മളുടെ ഫാമിലി, കരിയർ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, വേറെ എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒരുമിച്ചിങ്ങനെ കൂടുമ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിനേക്കാട്ടിലും അപ്പുറം നമുക്കത് സ്ട്രെസ് ആകാറുമുണ്ട് ചിലപ്പോൾ. പണ്ട് കുഞ്ഞുനാളിൽ നമുക്കിതൊക്കെ ആലോചിക്കണമായിരുന്നു, ഇതിനെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം വല്ലതും ആലോചിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലേ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ എടുക്കാതെ ബാലൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ വേണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മെഡിറ്റേഷൻ. അതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോഡി മൂവ്മെൻറ്റ്സ്, വർക്കൗട്ട്, ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നൊരു സമയമാണല്ലേ. അപ്പം അത് നമ്മളെ ഒരു കൈൻഡ് ഓഫ് ബൂസ്റ്റ് ചെയ്യത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ജേർണലിംഗ് എന്താണെന്ന് പലർക്കും അറിയില്ല. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരു വീഡിയോ ചെയ്യാം. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഡയറിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കുറിച്ചിടാൻ പറ്റുക, നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുറേ പോസിറ്റീവ് അഫർമേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ജേർണലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറാപ്പി, എന്താണോ പറ്റുക അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഈവൻ ഇഫ് നിങ്ങൾ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സൈക്കോളജി കൗൺസിലിങ്ങിനെങ്കിലും പോകാൻ ശ്രമിക്കുക.
പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ അത് വളരെ വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ഡിപ്രഷൻ, അവരുടെ മെൻ്റൽ പ്രഷർ എന്തൊക്കെയാണെന്നൊക്കെ ഓപ്പൺ അപ്പ് ആവാനുള്ളൊരു മനസ്സിപ്പോൾ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും ആൾക്കാരിങ്ങനെ വിമുഖത കാണിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ടിപ്പ് നമ്പർ 6, ഓവർ സ്റ്റിമുലേഷൻ കുറയ്ക്കുക. മനസ്സിലായില്ലല്ലോ? നിങ്ങൾ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ജോലിക്കിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് നിങ്ങളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുക്കുക. അതിര് കടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇൻസ്റ്റഗ്രാമിലും ബാധകമാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് എത്ര പേർക്ക് ക്ഷമ നശിച്ചിട്ടുണ്ട്. അതായത് പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്ന സാധനത്തിനെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയ ഒരു കാര്യമാണ് ഈ ഇൻസ്റ്റഗ്രാം റീൽസ് സ്ക്രോൾ ചെയ്ത് പോവുക. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ഒരു റിയലൈസേഷൻ കിട്ടി കാണത്തില്ലേ? അത് കുറച്ച് കുറയ്ക്കാം കേട്ടോ. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൾട്ടി ടാസ്കിങ് ചെയ്യുക, അത് ഇത് മറ്റേത് മറിച്ചത് ഇങ്ങനെ ഓടി നടക്കുന്നവരാണ് ഒരു സമയം ഡൗണായി ഡിം എന്ന് പറഞ്ഞൊരു വീഴ്ച വീഴും. അങ്ങനെ വീഴാൻ നിൽക്കുന്നതിന് മുൻപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുകയോ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കുകയോ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ ആയാലും മതി, പേരൻസിൻ്റെ കൂടെ ആയാലും മതി. ഈ റിലേഷൻഷിപ്സും ഫാമിലിയും കരിയറും ഒക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടും ഉപയോഗപ്പെടുത്താം കേട്ടോ. എത്ര പേർക്കറിയാം ഇങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ്ങും സ്ക്രോളിങ്ങും ഈ ജോബിൻ്റെ പ്രഷറും ഒക്കെ കൂടെ തലയ്ക്കേറ്റി വെക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ വാത എന്ന ദോഷം കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ലീപ്പ് പ്രോബ്ലംസും ആങ്സൈറ്റിയും റെസ്റ്റ്ലെസ്നെസ്സും ഒക്കെ കൂടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ സ്വയമായിട്ട് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 7, സ്കിൻ ആൻഡ് ഹെയർ കെയർ. എത്ര ആമ്പിള്ളാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനൊന്നും ഒരു സോപ്പ് പോലും യൂസ് ചെയ്യാറില്ല, ഞാനൊന്നും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല, നമുക്കിതൊന്നും വേണ്ട, എല്ലാം പെൺപിള്ളേർക്ക് മതിയെന്ന്. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞതിൽ തിരുത്തുണ്ട് കേട്ടോ. അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേർക്ക് കുറച്ച് പേർക്കെങ്കിലും ബോധം വന്നിട്ടുണ്ട് സ്വന്തം സ്കിന്നും ഹെയറൊക്കെ കെയർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് അവരൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, ഈവൻ ലിപ് ബാം വരെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിറ്റർജൻറ്റിൻ്റെ സോപ്പ് ഇട്ടിട്ടാണ് ഞാനൊക്കെ മുഖം കഴുകാറെന്നൊക്കെ വളരെ എന്തോ പ്രൗഡായിട്ട് പറയുന്ന ബോയ്സിനൊക്കെ ഞാൻ ചിലപ്പോൾ കാണാറുണ്ട്. എന്നിട്ട് എൻ്റെ സ്കിൻ കണ്ടില്ലേ ഗ്ലോ ചെയ്യുന്നു എന്നൊക്കെ. അതൊക്കെ 20കളിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ 30കളിൽ നടക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഇനിയൊക്കെ നിങ്ങൾക്ക് സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു പ്രത്യേക തരം സമയമായിരിക്കണം ഈ ഒരു ടൈം കൂടി. സ്വന്തമായിട്ട് നമ്മുടെ സ്കിന്നോ നമ്മുടെ ഹെയറിനൊക്കെ നമ്മളിപ്പം നശിച്ച് പണ്ടാരം അടക്കിയിരിക്കുകയാണെങ്കിൽ പോലും മനസ്സ് മടുക്കാതെ നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തി കെയർ ചെയ്യുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം കൂടുകയാണ് കേട്ടോ. അതുകൊണ്ട് അതൊരു മെൻ്റൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യവും കൂടിയാണ്. ടിപ്പ് നമ്പർ 8, ഫിനാൻഷ്യൽ ആൻഡ് മെൻ്റൽ സ്റ്റെബിലിറ്റി. സാമ്പത്തികമായും അതുപോലെ മാനസികമായും നമുക്കൊരു സ്റ്റെബിലിറ്റിയൊക്കെ വേണ്ടേ? ആയുർവേദത്തിൽ സ്റ്റെബിലിറ്റി എന്ന ഒരു ക്വാളിറ്റി ഏത് ദോഷത്തിനുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? കഫദോഷത്തിൻ്റെയാണ് കേട്ടോ, പ്രോപ്പർട്ടിയാണ് അത്. കഫപ്രകൃതിക്കാർക്കാണ് ആ ഒരു സ്റ്റെബിലിറ്റി ക്വാളിറ്റി ഉള്ളത്. അതൊക്കെ പോട്ടെ, നമ്മളുടെ ജീവിതത്തിൽ 30 വയസ്സെടുക്കാറാകുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് വരണം എന്ന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ചിലർക്ക് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു സമയം വരും. അതിന് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് അപ്പ് ആവണം എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും നല്ലതാണ്. അതുപോലെ തന്നെ സ്വന്തം ഹെൽത്തിനും, ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, എല്ലാ തരത്തിലുള്ളതും നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റണം. നമ്മുടെ റുട്ടീൻ എല്ലാം നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകും ലൈഫിൽ. അത് തന്നെ നമ്മുടെ 30കളെ നല്ല മനോഹരമായി വെക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. ടിപ്പ് നമ്പർ 9, ഡീടോക്സ് യുവർ ലൈഫ്. ഈ ഡീടോക്സിഫിക്കേഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതം ഈ ചില ഡീടോക്സ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന കാര്യത്തിലായിരിക്കും. അത് അകത്തോട്ട് മാത്രമല്ല കേട്ടോ, പുറത്തോട്ടും അല്ലെങ്കിൽ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് എന്താണ്? നമ്മളുടെ ശരീരത്തിലുള്ള
ടോക്സിൻസിനെ പുറത്ത് തള്ളുക. ആയുർവേദത്തിൽ അതിന് പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള ശല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശല്യങ്ങളാണെന്നല്ല കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചില ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നവർ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ഡീടോക്സ് ചെയ്യേണ്ടി വരാറുണ്ട്. റോങ് ഡിസിഷൻസ് നമ്മൾ ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിനെ നമുക്ക് റൈറ്റ് ഡിസിഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 30-ാം വയസ്സിലൊക്കെ ചിലർക്ക് തിരിച്ചറിവ് വരും. ബുദ്ധനൊക്കെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് അപ്പോഴെന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെടുത്തിട്ടുള്ള മേജർ ഡിസിഷൻസ് ചിലപ്പം റോങ് ആയി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില ആളുകൾ നമുക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അങ്ങനെയുള്ള സ്ട്രോങ് ഡിസിഷൻസ് ഒക്കെ നമുക്ക് ലൈഫിലെടുക്കാം. അതുപോലെ തന്നെ അകത്തോട്ടും ഡീടോക്സ് തെറാപ്പീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ടിപ്പ് നമ്പർ 10, അവസാനത്തെ ടിപ്പ്, നോ യുവർ പേർപ്പസ്. നിങ്ങളുടെ പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ധർമ്മം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് കേട്ടോ 30s. കാരണം ഇതുവരെ നമ്മൾ ജീവിച്ചു. നമ്മൾ ഇതുവരെ നമ്മളുടെ ടീനേജ് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു 20s ഒക്കെ ബ്ലൈൻഡായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിച്ചു. കുറേ അധികം പാഠങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് തിരുത്തി മുന്നോട്ട് പോകുന്നവരുണ്ടാകാം, തിരുത്താതെ മുന്നോട്ട് പോകുന്നവരുണ്ടാകാം. ഇനി നമുക്ക് അതിനൊക്കെയുള്ള സമയമൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആവാനുള്ള സമയം. നമ്മളുടെ പേർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്താണ് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് സൈഡ് നമ്മൾ കണ്ടെത്തുക. നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സെൽഫ് ലവിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് ഈ 30 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 30 വയസ്സ് ആയവർക്കും ജസ്റ്റ് നൗ ആയവർക്കും ഇനി 30ലേക്ക് കടക്കാൻ പോകുന്നവർക്കും ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. ഈ നേരത്തെ പറഞ്ഞ ജേർണലിങ് ഒക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് ഒന്ന് നേരത്തെ മനസ്സിലാക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമ്മൾ ഈ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചു കഴിയുമ്പം ഈ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഓരോ സമയത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ലേ, അതുപോലൊരു അപ്ഡേറ്റാണ് ഈ 30 വയസ്സെന്ന് ചിന്തിച്ചാൽ മതി. 30 വയസ്സ് ഒരു ഭാരമായിട്ട് കാണാതെ വളരെ ഓപ്പൺലി നമ്മളതിനെ സ്വീകരിക്കുക. 2 കൈ നീട്ടി നമ്മളതിനെ ഏറ്റുവാങ്ങുക. ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് എന്ന് വിചാരിച്ചാൽ മതി അല്ലേ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വൈറസൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് കളയുക അല്ലേ. എന്നിട്ട് പുതിയൊരു ഇൻ്റർഫേസൊക്കെ ആയിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് 2 കൈ നീട്ടി സ്വീകരിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. ഈ അപ്ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞപ്പം വര വീണ എന്ത് ചെയ്യും ഡോക്ടർ എന്നൊന്നും ചോദിച്ചു കേൾക്കല്ലോ. ഞാനൊരു പൊലിപ്പീരനങ്ങ് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിസിക്കലിയും മെൻ്റലിയും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ടിപ്സ് നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പം 30 വയസ്സായവരും കാണണമെന്നൊന്നുമില്ല. ഒരു 40 വയസ്സായവരും 50 വയസ്സായവരും ഒരു 70 വയസ്സ് വരെ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്കത് ഗുണം മാത്രമേ വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.